നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളക് വാരിക്കൂട്ടാൻ മത്സരിച്ച് അമേരിക്കയും ജർമ്മനിയും. മാറ്റമില്ലാതെ എണ്ണവില. ആഗോളതലത്തിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങിയ വിവരം ഇറക്കുമതി രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നു. ഉൽപാദന രാജ്യങ്ങളിൽ സ്റ്റോക്ക് നിലയിൽ ഏകദേശം 20% ഇടിവ്. അമേരിക്കയും ജർമ്മനിയും തായ്ലൻഡും ലഭ്യമാകുന്ന കുരുമുളക് വാരിക്കൂട്ടാൻ മത്സരിക്കുന്നു. മുൻനിര കയറ്റുമതി രാജ്യമായ വിയറ്റ്നാമിലും സ്റ്റോക്ക് കുറഞ്ഞു. നടപ്പു വർഷം വിയറ്റ്നാം ഇതിനകം ഏകദേശം 45,000 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. മുൻ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 30% അധികമാണിത്. ചൈനയിൽ കുരുമുളക് സ്റ്റോക്ക് ചുരുങ്ങിയതോടെ അവർ കയറ്റുമതി രാജ്യങ്ങളിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചു. വിയറ്റ്നാമിൻ്റെ നിരക്ക് ടണ്ണിന് $6,600. ഇന്ത്യൻ നിരക്ക് $7,800. ഇറ്റലി അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മലബാർ മുളകിന് ആവശ്യക്കാരുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കിൻഡലിന് 70,000 രൂപയാണ്. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വരവ് കുറഞ്ഞു. വരണ്ട കാലാവസ്ഥയും സീസൺ അവസാന ഘട്ടത്തിൽ എത്തിയതും ഒട്ടുമിക്ക തോട്ടങ്ങളെയും നിർജീവമാക്കി. ചുരുക്കം തോട്ടങ്ങളിൽ പണികൾ നടക്കുന്നുണ്ടെങ്കിലും വിളവ് ചുരുങ്ങിയെന്ന് കർഷകർ. ഇന്ന് ലേലത്തിനെത്തിയ 18,288 കിലോ ഏലക്കയിൽ 17,929 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,255 രൂപയിലും മികച്ച ഇനങ്ങൾ 2,782 രൂപയിലും കൈമാറി. വെളിച്ചെണ്ണ വ്യാപാര രംഗം ചൂടുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ലോബി ശക്തമായ കരുനീക്കങ്ങൾ നടത്തി. പിന്നിട്ട 16 ദിവസമായി കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. വിപണിയിൽ ചലനമുളവാക്കാൻ കാങ്കയത്തെ മില്ലുകാർ വെളിച്ചെണ്ണ വില കിൻഡലിന് 650 രൂപ ഇന്ന് ഉയർത്തിയെങ്കിലും വാങ്ങൽ താൽപ്പര്യം ദൃശ്യമായില്ല. കൊച്ചിയിൽ എണ്ണവില 269 രൂപയിൽ സ്റ്റഡിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.